അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ബഹുമാനികളെ, ഒരിക്കൽ ലുഖ്മാനുൽ ഹക്കീം റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കപ്പെട്ടു, മാ ബലഗ ബിക മാ നറാ, ഞങ്ങൾ അങ്ങയിൽ കാണുന്ന അനുഗ്രഹങ്ങൾ അങ്ങേക്ക് ലഭ്യമാകാനുള്ള കാരണം എന്താണ്? മഹാനവറുകൾ മൂന്ന് കാര്യങ്ങളാ പറഞ്ഞത്. ലുഖ്മാനുൽ ഹക്കീം റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹിക്മത്ത് എന്നത്. അതുകൊണ്ടാണല്ലോ ലുഖ്മാനുൽ ഹക്കീം, ഹക്കീം എന്ന പേര് വരാനുള്ള കാരണം. ലുഖ്മാൻ എന്നതാണ് ശരിക്കും അവരുടെ പേര്. അതിനോടുകൂടെ ഹക്കീം എന്ന് കൂടി വരാനുള്ള കാരണം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഹിക്മത്ത് നൽകിയിട്ടുണ്ട്, തത്വജ്ഞാനം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മഹാനവരോട് ചോദിക്കപ്പെട്ടു, മാ ബലഗ ബിക മാ നറാ, അങ്ങയിൽ അല്ലാഹു തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അങ്ങേക്ക് ലഭിക്കാനുള്ള കാരണം എന്താണ്? മഹാനവറുകൾ പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ സൂക്ഷിക്കാറുണ്ട്. ഒന്ന്, സിദ്ഖുൽ ഹദീസി, സത്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ. ജനിച്ച കാലം മുതൽ ഇതുവരേക്കും, ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരേക്കും ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രണ്ട്, അദാ ഉൽ അമാനത്തി, അമാനത്ത് ഞാൻ വീട്ടാറുണ്ട്. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് ഏൽപ്പിച്ച ഏതൊരു കാര്യവും ഞാൻ അത് വീട്ടാറുണ്ട് എന്നുള്ളതാണ്. അത് പൈസയാണെങ്കിലും ഉത്തരവാദിത്തമാണെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യത്തിൽ വഞ്ചന കാണിക്കാതിരിക്കുക എന്നതാണ്. മൂന്നാമതായിട്ട് മഹാനവറുകൾ പറഞ്ഞത്, വതർക്കു മാ ലാ യഅ്നീനി, ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാറില്ല. വതർക്കു മാ ലാ യഅ്നീനി, അനാവശ്യ കാര്യങ്ങളിൽ നിന്നും ഞാൻ വിട്ടുനിൽക്കും. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യവുമായിട്ട് ഞാൻ ഇടപെടാറില്ല എന്ന് മഹാനവറുകൾ പറയുകയാണ്. മൂന്ന് കാര്യങ്ങളാണ് മഹാനവറുകൾ പറഞ്ഞത്. ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി തന്നെയാണ് ഈ മൂന്ന് കാര്യങ്ങളും. ഒന്ന്, സിദ്ഖുൽ ഹദീസി, സത്യസന്ധത പാലിക്കുക എന്നത്. രണ്ട്, അദാ ഉൽ അമാനത്തി, വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളിൽ അദാ ചെയ്യുക എന്നുള്ളത്, അമാനത്തിന് വീട്ടുക എന്നുള്ളത്. മൂന്നാമത്തത്, തർക്കുമാലായ അനീനി, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നാം ഇടപെടാതിരിക്കുക എന്നത്. ഇത് മൂന്ന് കാര്യങ്ങളും ലുഖ്മാനുൽ ഹക്കീം റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ജീവിതത്തിൽ സൂക്ഷിച്ചതാണ് എന്ന് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി റാഹത്ത് നൽകുമാറാകട്ടെ, ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു തആല പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.